കരിമല കയറ്റം കഠിനമിന്റെ അയ്യപ്പ എന്ന് വിളിച്ചാണ് ശബരിമലയിലോട്ട് കയറുന്നത്. ഇപ്പോ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പമ്പ സംഗമം കഠിനമിന്റെ അയ്യപ്പ തുടക്കം മുതൽ അങ്ങനെയായിരുന്നു. ആദ്യം കോടതി വിമർശിച്ച സമയത്ത് അത് കഴിഞ്ഞ് ഇവർ ആഗോള അയ്യപ്പ സംഗമം നടത്തി ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ് വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശവും. ഇതെല്ലാം ഒരു രീതിയിൽ സർക്കാരിനെ വെട്ടിലാക്കിയ സമയത്ത് ഇന്നിപ്പോ MV ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ആളില്ലാത്ത അല്ലെങ്കിൽ ആളൊഴിഞ്ഞ കസേരകളെല്ലാം മാധ്യമങ്ങളുടെ ക്രിയേഷനാണ്, അതിലെ ആഗോള അയ്യപ്പ സംഗമം ആഗോള തലത്തിൽ വിജയമായിരുന്നു എന്നൊക്കെ MV ഗോവിന്ദൻ പറയുന്നുണ്ട്. എനിക്ക് സത്യത്തിന്റെ ലോജിക്ക് മനസ്സിലായില്ല. മാധ്യമങ്ങൾ എന്തിനാണ് ഈ ആഗോള സംഗമം വിജയമായിരുന്നു എങ്കിൽ അല്ല എന്ന് വരുത്തി തീർക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ MV ഗോവിന്ദൻ എന്തുദ്ദേശിച്ചാണ് ഇത് പറയുന്നതെന്ന് അറിയില്ല. ഇപ്പം ഈ ആഗോള അയ്യപ്പ സംഗമം കണ്ട എല്ലാവർക്കും മനസ്സിലായി ഇതൊരു പരാജയം, അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്തിയില്ല, പരാജയപ്പെട്ടു എന്ന്. പിന്നെ എന്നിട്ടും ഇത് എന്തുദ്ദേശമാണ് ഇവര് ന്യായീകരിക്കുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അല്ലാതെ ന്യായീകരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ഈ ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ CPM-നെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് അതൊരു നമ്മൾ പറയത്തില്ല വെളുക്കാൻ തെച്ചത് പാണ്ടായി എന്നൊരു ചൊല്ലുണ്ടല്ലോ, അതാണ് സത്യത്തിൽ അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. അവരെന്ത് ഉദ്ദേശിച്ചോ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും അവർക്ക് സാധിക്കാൻ കഴിഞ്ഞില്ല. സാധാരണ നമ്മൾ പറയാറുണ്ട് പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ അപ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്ന് പറയാറുണ്ട്. അതിന് വലിയൊരു ഉദാഹരണമാണ് ഈ സംഭവം. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളുമുണ്ട്, അതിന് മറുവശത്ത് അപ്രഖ്യാപിത ലക്ഷ്യങ്ങളുമുണ്ട്. അതാണ് CPM ലക്ഷ്യമിട്ടത്. അത് എത്രത്തോളം വിജയിച്ചു എന്ന് പിന്നീട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവരെന്താണ് പറഞ്ഞിരുന്നത്, ഈ സംഭവം എന്തിനാണ്, ഈ സംഗമം എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ അത് പറഞ്ഞിരുന്നത് ശബരിമലയുടെ വികസനം, ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുക, ഒപ്പം തന്നെ മറ്റു കാര്യങ്ങൾ. 3 സെഷനാണ് അയ്യപ്പ സംഗമം എന്ന് പറയുന്ന പരിപാടിയിൽ അവർ കാര്യപരിപാടിയിൽ അവർ ഉൾക്കൊള്ളിച്ചിരുന്നത്. ഒന്നാമത്തെ വേദിയിൽ ഈ പറയുന്നത് പോലെ ശബരിമലയുടെ മാസ്റ്റർ പ്ലാനുമായിട്ടുള്ള വിഷയം ചർച്ച ചെയ്യുന്നു. രണ്ടാമത്തെ ഇതെന്ന് പറയുന്ന ആത്മീയ ടൂറിസം സർക്യൂട്ട്. മൂന്നെന്ന് പറയുന്നത് ശബരിമലയിൽ എല്ലാ വർഷവും മണ്ഡല മകരവിളക്ക് കാലത്തും എല്ലാ സമയത്തുമുള്ള ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനൊക്കെയുള്ള പരിഹാരങ്ങളും ഒക്കെ തന്നെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ചർച്ചകൾ സംഘടിപ്പിച്ചത്. എന്നാൽ ഈ ചർച്ചകളൊക്കെ തന്നെ എത്രത്തോളം വിജയകരമായിട്ട് മാറി, അതിന് എത്രത്തോളം പങ്കാളിത്തം ഉണ്ടായിരുന്നു, ഇത് ഈ ചർച്ചകൾ നയിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ മോണിറ്റർമാരും ഒക്കെ തന്നെ വലിയ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെയൊക്കെ നിശ്ചയിച്ചിരുന്നു, അവരെല്ലാം വരികയും ചെയ്തിരുന്നു. എന്നാൽ ഈ ചർച്ചയിൽ ഒരു ചർച്ച ക്രിയാത്മകമാവണമെങ്കിൽ ചർച്ചകൾ നടക്കണമല്ലോ, അതിനകത്ത് പങ്കാളിത്തം ഉണ്ടാക്കണം അല്ലെ. അത്തരത്തിൽ ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ട് സദസ്സ് ആളുണ്ടായിരുന്നില്ല, സദസ്സ് തീരെ ശുഷ്കമായിരുന്നു എന്നതാണ് നമ്മൾ ഇന്നലെ അത് നേരിട്ട് കണ്ട അല്ലെങ്കിൽ ഈ ചാനലുകളിലൂടെ ഒക്കെ തന്നെ കണ്ട എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം തൊട്ടുള്ള ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അന്നേരം മുതൽ സദസ്സ് തീരെ ശുഷ്കമായിരുന്നു. ഈ ഒഴിഞ്ഞ വെള്ളപുതപ്പിച്ച കസേരകൾ ഇങ്ങനെ വെറുതെ അങ്ങനെ കിടക്കുന്നത്, ആരെയോ ഒക്കെ പ്രതീക്ഷിച്ചിങ്ങനെ VIP കളെയൊക്കെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുന്ന കസേരകളെ നമുക്ക് എമ്പാടും കാണാൻ കഴിയുമായിരുന്നു. അത് AI-യുടെ നിർമ്മിതിയാണെന്നൊക്കെ MV ഗോവിന്ദൻ വെച്ച് കാച്ചുമ്പോൾ അദ്ദേഹം ഈ കേരള സമൂഹത്തിന് മുന്നിൽ സ്വയം അപഹാസ്യനാവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പാർട്ടിയെ ന്യായീകരിക്കേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ക്യാപ്സൂളുകൾ ഇറക്കണം, കാരണം പാർട്ടി സെക്രട്ടറി ആണല്ലോ, ക്യാപ്സൂൾ ഇറക്കി കൊടുക്കണം അദ്ദേഹം, അതിന്റെ ഒരു ചുമതല അദ്ദേഹം. ഇതൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹം സ്വയം തന്റെ ഒരു സമൂഹത്തിലെ ഈ കേരള രാഷ്ട്രീയത്തിലെ ഒരു വില അദ്ദേഹം ഓർക്കണം. എത്രത്തോളം താൻ ഈ സമൂഹത്തിനുള്ളിൽ അപഹാസ്യരാകുന്നു. കാരണം മറ്റുള്ളവരൊക്കെ ഈ കണ്ണുപൊട്ടന്മാരൊന്നും അല്ലല്ലോ, അവരൊക്കെ അരിയാഹാരം കഴിക്കുന്നത് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാൻ കഴിവുള്ളവരുമാണ് എല്ലാവരും. അപ്പോൾ അവരുടെ ഈ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് MV ഗോവിന്ദൻ പോകുന്നത് അങ്ങേയറ്റം അദ്ദേഹത്തെ സംബന്ധിച്ച്, വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു മോശമായിട്ടുള്ളൊരു സംഭവമായിരിക്കും. അത് അദ്ദേഹം ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് നമുക്ക് പ്രഥമമായിട്ട് പറയാനുള്ളത്. ഇനി അതിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തുടക്കം മുതൽ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇന്നലെ പരിപാടി ആദ്യം മുതൽ കണ്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഭൂരിപക്ഷ സമയത്തും ഈ വേദികളൊക്കെ തന്നെ കാലിയായിരുന്നു. മുഖ്യമന്ത്രി പ്രസംഗ സമയത്താണ് ഇവർ കുറച്ചെങ്കിലും ആളുകളെ ഒപ്പിച്ചെടുത്തത്. ആ ആളുകൾ ഒപ്പിച്ചെടുത്തത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം കാണുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗ സമയത്ത് മുന്നിൽ കുറച്ച് ആളുകളുണ്ട് അല്ലെ, ഒരു 5-6 നിരയിൽ കസേരകൾ നിറച്ച ആൾക്കാരുണ്ട്. പിന്നെ അവിടെ ഇവിടെയായിട്ട് ആൾക്കാർ വന്നിരിക്കുകയാണ്. അതിനിടയ്ക്ക് ചിലവരൊക്കെ തന്നെ സംഘാടകരൊക്കെ തന്നെ ആൾക്കാരെ അവിടെ എവിടെയും പുറകിലൊക്കെ ഇരിക്കുന്നവരെയൊക്കെ തന്നെ കൊണ്ടുവന്ന് മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തി കുട്ടികളെ കൊണ്ടിരുന്ന പോലെ ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ബാക്കി അല്പമെങ്കിലുമൊക്കെ കുറച്ചെങ്കിലുമൊക്കെ കസേരകൾ ഫില്ല് ചെയ്യിച്ചത് ഈ മലബാർ ദേവസ്വത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരെയാണ്. നമുക്കറിയാമല്ലോ, ഈ പരിപാടി നടക്കുന്ന തലേ ദിവസമാണ് മലബാർ ദേവസ്വം ബോർഡ് ഒരു ഉത്തരവിറക്കിയത്. ആ ഉത്തരവിൽ പറയുന്നത് ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാം. ആ പങ്കെടുക്കുന്നതിന് ഉള്ള ചെലവിനായിട്ട് തനത് ഫണ്ട്, ദേവസ്വത്തിന് തനത് ഫണ്ടിൽ നിന്നും പൈസ ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. അതിനെതിരെ ഒരു ഹർജി വന്നു. കാരണം അങ്ങനെ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്, ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ ഒരു പൈസ പോലും ഉപയോഗിക്കരുത്. അങ്ങനെ അതിനെതിരെ ഹർജി വന്നപ്പോൾ ആ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി.
ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് സ്റ്റേ ചെയ്തു. പിന്നീട് ഈ ജീവനക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന ഈ ദേവസ്വത്തിലെ ജീവനക്കാരെയൊക്കെ തന്നെ വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ഒരുവിധം ആളുകളെ ഒപ്പിച്ചെടുത്തത്. അതിൻ്റെ ഏതാണ്ട് ഒരു പകുതി കഴിയുമ്പോൾ തന്നെ മാധ്യമങ്ങളുടെ, നമുക്കറിയാം, ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറകൾ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. അതിന് പുറകിലോട്ടുള്ള കസേരകളൊക്കെ തന്നെ കാലിയായിട്ട് കിടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്രയും ആളുകളെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗത്തിന് വേണ്ടി, ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ഒപ്പിച്ചെടുത്തത്. അത് ഒപ്പിച്ചെടുക്കേണ്ട ഒരു ബാധ്യത ആ സംഘാടകർക്കുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നവർക്ക് അറിയത്തില്ല, എന്താണ് മുഖ്യമന്ത്രി ചെയ്യുക എന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിലേക്ക് അവർക്ക് പോകേണ്ടി വന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ വേദിയിലും ഈ പറയുന്ന പോലെ വളരെ ക്രിയാത്മകമായ ചർച്ച നടക്കേണ്ട ഓരോ സെഷനിലും അവിടെ വേദിയിലെങ്ങും ആളുകളില്ല. എല്ലാ വേദികളിലും 10,000, 1000, 1500 ഒക്കെ ആൾക്കാർക്ക് ഇരിക്കാവുന്ന വേദികളിലെ ആൾക്കാരില്ല. 9 പേര് തന്നെ കഷ്ടിച്ചാണുള്ളത്. അപ്പോൾ ഇതിനെ അവര് ന്യായീകരണമായിട്ട് പറയുന്നത്, ഈ 4500 പേരെ കൊണ്ട് ഒരുമിച്ച് കാണാൻ പറ്റുമ്പോൾ 3 ഇടത്തായിട്ട് പോകത്തില്ലേ? എങ്കിൽ പോലും 3 ഇടത്തായിട്ട് പോയാലും ഈ 4500 പേരുണ്ടെന്ന് കൂട്ടിക്കും. അവർ പറയുന്ന കണക്ക്, ഈ ദേവസ്വം ബോർഡും ഈ പാർട്ടി സെക്രട്ടറിയും ദേവസ്വം മന്ത്രിയും പറയുന്ന കണക്ക് 4500 പേര് വന്നു എന്നുള്ള കണക്ക് അവരെ 3ആയിട്ട് ഡിവൈഡ് ചെയ്താലും ഇപ്പോൾ 1500 ആൾക്കാരെ വെച്ച് 3 വേദികളിലും കാണണം. എവിടെ കണ്ടു? എവിടെയും കണ്ടില്ല. 10-50 പേർക്ക് അധികമായിട്ട് ആ വേദികളെങ്ങും ആരുമില്ലായിരുന്നു. അപ്പോൾ ജനപങ്കാളിത്തം കൊണ്ട് ഈ പരിപാടി വലിയൊരു പരാജയമായിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. പിന്നെ അവർ ഈ പറഞ്ഞതുപോലെ എന്താണ്, ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള, മറുവശത്ത് ഈ യോഗി ആദിത്യനാഥിനെ പോലെയുള്ള വർഗീയവാദികളെ, അങ്ങേയറ്റം കൊടിയ വർഗീയത പറയുന്ന ആൾക്കാരെയൊക്കെയാണ് ഇവർ ഇതിനു വേണ്ടി ക്ഷണിച്ചതും അവരെയാണ് ഇതിനു വേണ്ടിയിട്ടൊക്കെ സ്വീകരിക്കുകയൊക്കെ തന്നെ ചെയ്തത്. വെള്ളാപ്പള്ളിയെ 1ാം സ്റ്റേറ്റ് നമ്പർ 1 കാറിന്റെ വലതുവശത്തിരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി വേദിയിലേക്ക് തന്നെ വന്നത്. അദ്ദേഹത്തെ ഇങ്ങനെ താങ്ങി പിടിച്ച് മുഖ്യമന്ത്രി നടക്കുകയാണ്. അത് അദ്ദേഹത്തിന് ഗൂഢലക്ഷ്യങ്ങൾ, അതാണ് ഈ അപ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്ന് അതാണ്. പിന്നെ യോഗി ആദിത്യനാഥിന്റെ രാജ്യം തന്നെ കണ്ട അങ്ങേയറ്റത്തെ വിദ്വേഷ പ്രസംഗം നടത്തുന്ന, വർഗീയത മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ്. അയാളുടെ ഈ പരിപാടിക്ക് വേണ്ടിയുള്ള ആശംസാ സന്ദേശം ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ അങ്ങേയറ്റത്തെ ചാരിതാർത്ഥത്തോടു കൂടി, അഭിമാനത്തോടു കൂടി അദ്ദേഹം വായിക്കുകയാണ്. ഞങ്ങൾക്ക് ഓസ്കാർ കിട്ടിയിരിക്കുന്നു, യോഗി ആദിത്യനാഥിന്റെ കയ്യിൽ ഞങ്ങൾക്ക് പുരസ്കാരം കിട്ടിയ ഒരു സന്തോഷത്തിലാണ് അദ്ദേഹം അതിനെ വായിക്കുന്നത്. ഇതൊക്കെ തന്നെ കേരള ജനത കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ പരിപാടി ഇവർ പറയുന്ന പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്കപ്പുറം നമ്മൾ സൂചിപ്പിച്ച അപ്രഖ്യാപിത ലക്ഷ്യങ്ങൾ അത് ഉണ്ട് എന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പങ്കാളിത്തം കുറഞ്ഞിരിക്കുന്നത്. ഈ അപ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്താണ്? ഈ കഴിഞ്ഞ 2018 യുവതി പ്രവേശനം, ശബരിമലയിലെ യുവതി പ്രവേശന സമയത്ത് യുവതികളെ കയറ്റാനായിട്ട് കൈയും തലയും മുറുക്കി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയവരാണ് ഈ പറയുന്ന CPM-ഉം 1ാം പിണറായി സർക്കാർ. 2 യുവതികളെ രായ്ക്ക് രാമാനം മല കയറ്റാനായിട്ട് പാദയാത്രയ്ക്ക് പോലീസിന്റെ അകമ്പടിയോട് കൊണ്ടുപോയതിന്റെ ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. വലിയൊരു വിവാദമായിട്ട് മാറുകയും ഒക്കെ തന്നെ ചെയ്തു. അന്നൊന്നും ഇല്ലാത്ത ഒരു ഇതാണ് വിശ്വാസവും വിശ്വാസ പ്രമാണങ്ങളും അല്ലെങ്കിൽ വിശ്വാസ സംരക്ഷണവും ഒക്കെയാണ് ഈ 7 വർഷങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രിക്കും അതാണ് അവരുടെ ലക്ഷ്യം. അന്ന് ആ ഒരു സംഭവത്തോടു കൂടി ഹിന്ദു വോട്ട് ബാങ്ക് ഈ CPM-നെ വല്ലാണ്ട് കൈവിട്ടു, പ്രത്യേകിച്ചും ഈഴവ വോട്ട് ബാങ്കുകളൊക്കെ തന്നെ. അത് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്. ഒപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു വർഗീയവാദിയെ കൂടെ കൊണ്ടു നടക്കുന്നതിന്റെ ലക്ഷ്യവും മറ്റൊന്നുമല്ല. ഇനി ഇതിന്റെ മറ്റൊരു വിഷയമെന്ന് പറയുന്നത് എന്താ പറയുക, അന്ന് 2018 യുവതി പ്രവേശന സമയത്ത് സർക്കാരിന്റെ ഒരു നിലപാടുകൾ ഏത് തരത്തിലാണ് ഈ സംഘപരിവാറിന് കേരള രാഷ്ട്രീയത്തിൽ ഒരു വളമായിട്ട് മാറിയത്, വളവും നൽകിയത്, സമാനമായ രീതിയിലാണ് ഇപ്പോഴും കാര്യങ്ങൾ പോകുന്നത്. നോക്കൂ, ഇനിയിപ്പോൾ ഈ 22-ാം തീയതി ശബരിമല സംരക്ഷണ സംഗമം എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടി നടക്കുകയാണ്. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് ആ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. അതിനകത്ത് ഈ പറയുന്ന പോലെ BJP ഉൾപ്പെടെ ഈ സംഘപരിവാർ സംഘടനകളെ എല്ലാം തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം പിന്തുണ ഉണ്ടാകും. 12 രാജകൊട്ടാരം അതിന് മുന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് എന്നെ അതിനെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പങ്കെടുക്കുമെന്നാണ്. അപ്പോൾ അത് മനസ്സിലാകും ആരുടെ പരിപാടിയാണെന്നുള്ളത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് തമിഴ്നാട്ടിലെ മുൻ BJP അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയാണ്. അത്തരത്തിൽ ആ പരിപാടി വൻ വിജയമാക്കാനുള്ള എല്ലാ നീക്കങ്ങളും അവർ, ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. അതിനെ അവർ വിജയിപ്പിക്കുകയും ചെയ്യും. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ തന്നെ ചർച്ചയിൽ വന്നിരുന്ന BJP പ്രതിനിധികളൊക്കെ തന്നെ ചാനൽ ചർച്ചകളിൽ പറഞ്ഞത്, നിങ്ങൾ നോക്കൂ, ഈ സർക്കാരിന്റെ പരിപാടിയിൽ ജനപങ്കാളിത്തം കുറവായിരുന്നു, കസേരകളൊക്കെ ഒഴിഞ്ഞിടക്കുകയാണ്, അത്തരം ഒരു പ്രശ്നം ഞങ്ങളുടെ പരിപാടിക്ക് ഉണ്ടാകില്ല. അത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അതിന് ബദലുള്ള പണികൾ അവർ ചെയ്യുന്നുണ്ട്. അത് വലിയൊരു വിജയമാക്കി മാറ്റേണ്ടത് അവരുടെ ഒരു ആത്മാഭിമാന പ്രശ്നമാണ്. അത് അവർ വിജയമാക്കി മാറ്റുകയും ചെയ്ത് നോക്കിക്കോളൂ. അത് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം
കാലഘട്ടം കൊണ്ട് ശ്രദ്ധേയമാകാൻ പോകുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ പറയുക, BJPക്ക് അല്ലെങ്കിൽ ഈ സംഘപരിവാർ സംഘടനകൾക്ക് കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു ഇടം നൽകുന്ന ഒരു പരിപാടിയായിട്ട് അത് മാറുകയാണ്. അതാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാറിനെതിരെ ഞങ്ങൾ സന്ധിയില്ലാത്ത സമരം നടത്തുന്നു, പോരാട്ടം നടത്തുന്നു എന്ന് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടിയും മുഖ്യമന്ത്രിയും മറുവശത്ത് ഈ സംഘപരിവാറിനെ കേരള രാഷ്ട്രീയത്തിൽ നിലയുറപ്പിക്കാൻ അവർക്ക് വളരാനുള്ള എന്തൊക്കെ സാഹചര്യമുണ്ട് അതെല്ലാം തന്നെ അറിഞ്ഞുകൊണ്ട്, പൂർണ്ണമായിട്ടും അറിയാതെയാണെന്നൊക്കെ പറയാൻ പറ്റത്തില്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തു കൊടുക്കുകയാണ്. അത്തരം ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പരിപാടി ഒരു വിജയമായി കഴിഞ്ഞാൽ അത് ആ വിശ്വാസികൾക്കിടയിൽ BJPയുടെ വിശ്വാസ്യത വീണ്ടും വർദ്ധിക്കുകയും അത് അവർക്കൊരു ഗുണകരമായിട്ട് മാറുകയും ചെയ്യും. ഈ ആപത്തൊന്നും തന്നെ, ഈ കേരള രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന ഈ ദുരന്തങ്ങളൊന്നും തന്നെ മുഖ്യമന്ത്രിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്നതാണ് ഏറെ ദുഃഖകരമായ ഒരു കാര്യം.